ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മീൻകറി ആയിട്ടാണ്. അപ്പം അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തേങ്ങാപ്പാലിനായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ആ തേങ്ങ മിക്സിയുടെ ജാറിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമാണ്. ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും കൂടെ ഒരുമിച്ചാണ് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു വെക്കുന്നത്. ആദ്യത്തെ പാൽ ഇതാ കുറച്ചുള്ളൂ. ഇനി വീണ്ടും അത് അടിച്ച ശേഷം ഒന്നും കൂടെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. രണ്ടാം പാലും കൂടെ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 5-6 ചെറിയ ഉള്ളിയും 4-5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇലയും വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് പുളി അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചെറുതായി കുറുകിയ ശേഷം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ചൂടുണ്ട്. എന്നിട്ട് അടിച്ച ശേഷം ആ തേങ്ങാപ്പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം 1 ടീസ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ട് എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ ചെറുതായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇലയും, ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം പാകത്തിന് ഉപ്പ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന വരെ. അപ്പോൾ തക്കാളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാതും ഒന്ന് ഇളക്കിയിട്ടൊന്ന് മസാല ഒക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ കറിയിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ചെറുതായി ഒന്ന് വറ്റിയ ശേഷമാണ് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. അധികം ഒന്നും വറ്റിയിട്ട് എടുക്കണില്ല. ചെറുതായി വറ്റിയിട്ട്. അപ്പോൾ CD മുള്ളനാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നാക്കി കഴുകി വൃത്തിയാക്കിയതാണ്. ഒരെണ്ണം കൊണ്ട് 2 കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വേവണ മീനാണ്. നല്ല കയമ്പൊക്കെ ഉള്ള മീനാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വേറൊരു രീതിയിലാണ് കറി വെച്ച് കൊടുത്തുള്ളത്. ഇനി അത് മൂടി വെച്ചിട്ടൊന്ന് ചെറുതായി വെന്ത ശേഷം തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രുചിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം വേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.